ചില ആളുകൾ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, അവരുടെ ദേഷ്യം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരവരുടെ ഫാമിലി മെമ്പേഴ്സിനോടും കുട്ടികളോടൊക്കെ വല്ലാതെ ദേഷ്യപ്പെടുന്നു. അതിനുശേഷം അപ്പം തന്നെ അവർക്ക് ഗിൽട്ടും ഫീൽ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ദേഷ്യം മാറ്റാനായിട്ട് ഒരു ആങ്കർ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരാമോ? എനിക്ക് എൻ്റെ ദേഷ്യം എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയും. നമുക്ക് വരുന്ന ദേഷ്യം മറ്റൊരാളോട് കാണിക്കുന്നത് അത്ര ഓക്കെ അല്ല, അത് മാനേജ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ചില സമയത്ത് ഈ ദേഷ്യം നമ്മളുടെ മുൻപിലുള്ള ഒരു സിറ്റുവേഷൻ അൺഫെയർ ആണ് എന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കാം. അപ്പം നമ്മളുടെ മുൻപിലുള്ള സിറ്റുവേഷൻ സ്ഥിരമായിട്ട് അൺഫെയർ ആണെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ സ്ഥിരമായിട്ട് ദേഷ്യം വന്നുകൊണ്ടിരിക്കാം. ഈ കാര്യം നമ്മൾ ചുറ്റുമുള്ളവരോട് പറയുമ്പോൾ അവരതിനെ കവറപ്പ് ചെയ്തിട്ട് പറയും, സിറ്റുവേഷന് കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്, ഇത് നിനക്ക് ദേഷ്യത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് നീ പോയിട്ട് ഒരു മെൻ്റൽ സപ്പോർട്ട് എടുക്കുക എന്ന് പറയാം. ബേസിക്കലി അവർ ചെയ്യുന്നത് അവരുടെ തെറ്റുകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു കവറപ്പ് ചെയ്ത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ദേഷ്യം അത് മാനേജ് ചെയ്യപ്പെടേണ്ട ഒന്നാണോ അതോ നിങ്ങളുടെ സിറ്റുവേഷൻ അൺഫെയർ ആകുന്നതിൻ്റെ ഇൻഡിക്കേഷൻ ആണോ എന്ന് മനസ്സിലാകുന്നില്ല, കൺഫ്യൂസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരെല്ലാവരും തെറ്റും, നിങ്ങൾ മാത്രം ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടേക്കാം.